ഇത് തൻ്റെ മകനാണെന്ന് അങ്ങനെ ജയരാമൻ അയാളെ അറിയിക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എനിക്ക് താൻ പറഞ്ഞത് ഒട്ടും വിശ്വാസമായിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനുള്ള തെളിവുകൾ ഞാൻ തരാം. ഞാൻ എൻ്റെ നാട്ടിൽ ചെന്നിട്ട് ഗായത്രി ദേവിയുമായിട്ട് വിവാഹം കഴിച്ച ഫോട്ടോയും അതുപോലെ 13 വയസ്സ് വരെ അവൻ എൻ്റെ നെഞ്ചിലെ ചൂട് കൊണ്ടാണ് വളർന്നത്, അതിനൊക്കെയുള്ള തെളിവായിട്ട് കുഞ്ഞുനാളിലെ ഫോട്ടോയും ഒക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അയാളത് കേൾക്കുമ്പോൾ പറയുകയാണ്, എങ്കിൽ എനിക്ക് തെളിവ് കിട്ടണം, തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം എന്ന് പറയുന്നു. അപ്പോൾ ജയരാമൻ പറയുന്നുണ്ട്, എനിക്ക് റാം സാറിനെ ഒന്ന് പരിചയപ്പെടണം, എൻ്റെ മകനാണ് അഭിഷേക് എന്നുള്ള കാര്യം അറിയിക്കണം, അത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ മറ്റേയാൾ പറയുകയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സത്യമെല്ലാം ഞാൻ അറിയിച്ചോളാം, വേണ്ടത് ചെയ്യാം, അവൻ്റെ അഹങ്കാരത്തിനൊരു ശമനം വേണം, അതിന് ഇതെല്ലാം അറിയിക്കുക തന്നെയാണ് വേണ്ടത്. അങ്ങനെ ഈ കല്യാണത്തിൽ നിന്നും തന്നെ അയാൾ പിന്തിരിഞ്ഞോളും, ഈ കല്യാണം നടക്കരുത്, അങ്ങനെയാണ് അവൻ്റെ അഹങ്കാരം മാറ്റാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ജയരാമൻ ഞെട്ടുകയാണ്. അയ്യോ അത് വേണ്ട, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമില്ല, ഈ കല്യാണം നടക്കണം, എന്നാലേ എനിക്ക് എൻ്റെ പദ്ധതികൾ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേഗം പറയുകയാണ്. ഈ കല്യാണം നടന്നാൽ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും പല ഉപകാരങ്ങളും പല കാര്യങ്ങളും എനിക്ക് ചെയ്തു തരാൻ പറ്റും എന്ന് പറഞ്ഞ് അങ്ങനെ അവർ കൂടുന്നതായിട്ടാണ് കാണിക്കുന്നത്. അയാൾ വന്നിട്ട് നമ്മുടെ അഭിഷേകിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഫീസിൽ വന്നിരുന്ന് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട്, എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം അയാൾ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ പറയുകയാണ്. അല്ല സാറ് വലിയ തിരക്ക് ഉള്ള ആളല്ലേ, അതുകൊണ്ട് സാറിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞോട്ടെ എന്ന് വെച്ചാൽ ഞാൻ വെയിറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ അന്ന് എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ്റെ അന്ന് ഒരു കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഒരു ജെൻറ്റിൽമാൻ വന്നിരുന്നില്ലേ, അയാളെ അറിയുമോ, എനിക്ക് അയാളുടെ ഒരു മട്ടും മാതിരിയൊക്കെ കണ്ടിട്ട് അയാളൊരു എന്തോ അയാൾക്ക് പറയാനുണ്ട്, എന്തൊക്കെയോ ഒരു നിഗൂഢമായ കാര്യങ്ങൾ അയാൾക്ക് പിന്നിലുണ്ടെന്ന് തോന്നി, എന്ത് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജയരാമനെ കുറിച്ച് തൻ്റെ അച്ഛനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇയാൾ അഭിഷേകിനെ അറിയിക്കുകയാണ്. ആണെന്ന് താൻ അറിഞ്ഞു എന്നുള്ള കാര്യം ഒഴിച്ച് ബാക്കി ശ്രീരാമനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അഭിഷേകിന് വളരെയധികം ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കുകയാണ്. ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറക്കി വിടുകയാണ്. അങ്ങനെ അഭിഷേക് ആകെ ദേഷ്യം വന്നിരിക്കുന്ന നേരത്ത് വീട്ടിൽ നിന്നും കോൾ വരികയാണ്, അമ്മ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ ഇവിടെ ദേവബാലയെ കാണുന്നില്ല എന്ന് പറയുമ്പോൾ നല്ല കാര്യം, എങ്ങോട്ടെങ്കിലും പോട്ടെ, അമ്മ അത് അന്വേഷിക്കാൻ നിൽക്കേണ്ട, ശല്യം പോയല്ലോ എന്ന് പറയുമ്പോൾ നീ എന്തായി പറയുന്നത്, എനിക്ക് അവൾ പോയാൽ വളരെ വിഷമമാണ്, എൻ്റെ വിഷമം നീ മനസ്സിലാക്കണ്ട, പക്ഷേ നീ താലി കെട്ടിയ പെണ്ണാണ്, അതുകൊണ്ട് തന്നെ അവൾ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെയും എൻ്റെയും പേരിൽ അന്വേഷണം ഉണ്ടാകും, പോലീസ് കേസോ അങ്ങനെ മറ്റോ ആയിക്കഴിഞ്ഞാൽ, അതായത് ദേവരാജൻ മാഷ് പോയിട്ട് ഒരു മിസ്സിംഗ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പുറകെ നടക്കേണ്ടി വരും, പ്രത്യേകിച്ച് നിൻ്റെ ഭാര്യയായിട്ട് പുറത്തത് അറിയുള്ളൂ എന്നൊക്കെ പറയുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് നീ വന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ അന്വേഷിച്ച് അറിയണം എന്ന് പറയുകയാണ്. ഞാൻ വരാമെന്നും പറയുന്നു. പെട്ടെന്ന് തന്നെ സോഹൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ വേഗം തന്നെ അഭിഷേകും സോഹനും കൂടി ആ ഓഫീസിൽ നിന്ന് വേഗം ഇറങ്ങുകയാണ്. രാജമാഷാണെങ്കിൽ എല്ലായിടത്തും പോയി അന്വേഷിച്ചിട്ട് തൻ്റെ മകളെക്കുറിച്ച് ഒരു അറിവില്ലാതെ വിഷമിച്ച് വരുന്നതാണ് കാണിക്കുന്നത്. ആകെ ഭയങ്കര വിഷമമായിട്ട് എന്തോ അസ്വസ്ഥതകൾക്ക് തോന്നിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഗായത്രി ദേവി ചോദിക്കുന്നത്, എന്തായി മാഷെ പോയിട്ടെന്ന് പറയുമ്പോൾ എനിക്ക് അറിയാവുന്നിടത്തെല്ലാം പോയി അന്വേഷിച്ച് പക്ഷേ ഒരു അറിവുമില്ല, എൻ്റെ മോൾ എന്നെ തോൽപ്പിക്കാൻ നോക്കുന്നതാണ്, എന്താ അവൾക്ക് പറ്റുന്ന പോലെയൊക്കെ അവൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ചിരിക്കുകയാണ്. വിഷമിക്കല്ലേ എന്ന് പറയുമ്പോൾ വിഷമിക്കുന്നില്ല, ഞാനിതിനെ വിഷമിക്കുന്നു, എനിക്ക് ഒരുപാട് മക്കളൊക്കെ ഉണ്ടല്ലോ, ഒരാൾ പോയാലും എന്നെ ശുശ്രൂഷിക്കാൻ ഇനിയും ഇഷ്ടംപോലെ മക്കളിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തൻ്റെ വിഷമം ഉള്ളിൽ ഒതുക്കുകയാണ്. അപ്പോൾ തന്നെ അഭിഷേകും സോഹനും കൂടി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെല്ലാം അടുത്തും പോയി അന്വേഷിച്ചിട്ട് ഒരിടത്തും ഒരു അറിവുമില്ല, റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും എല്ലാം പോയി അന്വേഷിച്ചിട്ടൊന്നും ഒരറിവില്ല, പക്ഷെ ഒരാൾ പറഞ്ഞു ഒരു ദേവിയുടെ അമ്പലത്തിലേക്ക് നമ്മൾ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പെൺകുട്ടി അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന്, മിക്കവാറും അത് ദേവബാല തന്നെയായിരിക്കും, ഞങ്ങൾ അങ്ങോട്ട് പോയി അന്വേഷിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അത് ദേവരാജൻ മാഷിനോട് പറയുകയാണ്. അപ്പോൾ അത് പോയിട്ട് ദേവരാജൻ മാഷിനോട് സോഹനും അഭിഷേകും പോയി പറയുകയാണ്, ഞങ്ങൾ പോയി അന്വേഷിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ പോയി അന്വേഷിച്ചു, എങ്ങാനും അവളുടെ സ്വഭാവം എനിക്കറിയാം, അവൾ എന്തെങ്കിലും ആത്മഹത്യ ചെയ്യുക എന്തെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ എന്നെ അത് അറിയിക്കാൻ നിൽക്കേണ്ട, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവളുടെ ബോഡി എന്താണെന്ന് വെച്ചാൽ ചെയ്തു, എൻ്റെ അടുത്തേക്ക് കാണിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് വളരെ ഹൃദയം പൊട്ടി ഭയങ്കര വേദനയോടുകൂടി സംസാരിക്കുകയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് അവർ പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ്. അതേസമയം അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഭജന ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ദേവപാലയെ. അപ്പോൾ അവിടുത്തെ പൂജാരി വന്നിട്ട് നട അടയ്ക്കുകയാണ്, ഇവിടുന്ന് പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ ഇവിടെ ഭജന ഇരിക്കാൻ വേണ്ടി വന്നതാണ്, എനിക്ക് വേറെ എങ്ങും പോകാൻ ഒരു നിർവാഹമില്ല, അപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ വീട് ഇവിടെ അടുത്താണ്, അഭിഷേക് എന്ന് അറിയില്ല, അഭിഷേകിൻ്റെ ഭാര്യയാണെന്നൊക്കെ പറയുകയാണ്. ഏത് അഭിഷേക് എന്ന് പറയുമ്പോൾ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അഭിഷേക് എന്നൊക്കെ പറയുകയാണ്. എനിക്കറിയില്ല ഈ പറയുന്ന ആളെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് പോകാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് പോകാതിരിക്കുമ്പോൾ മറ്റുള്ള
ഭക്തജനങ്ങളെ അവിടെ കണ്ടു കഴിയുമ്പോൾ അവരോട് വന്നിട്ട് ഒന്ന് ഈ കുട്ടിയെ പുറത്തേക്ക് ആക്കാമോ എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് പേര് വന്നിട്ട് അവളോട് ഇപ്പോൾ കാര്യങ്ങൾ പറയുമ്പോൾ അവളവിടെ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ഭർത്താവ് എന്നെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നില്ല, ഭർത്താവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്ന് ഭജന ഇരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. എന്താണെങ്കിലും ശരി മോളെ, അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് വാന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി അവരെ എത്തുകയാണ്. അപ്പോൾ താലിമാലയിൽ പിടിച്ച് വളരെയധികം വിഷമിച്ച് കരയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ ദേവി മാത്രമേ ഉള്ളൂ, എൻ്റെ ദേവി എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും, അതിന് വേണ്ടിയാണ് എന്നോട് ഭജന ഇരിക്കാൻ വന്നത്, എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പറയുകയാണ്. അതേസമയം തന്നെ ഒരു അപരിചിതൻ നമ്മുടെ ദേവബാലയെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ കഴുത്തിലെ താലിമാലയും ആഭരണങ്ങളൊക്കെ കണ്ടിട്ട് മോഷ്ടിക്കാൻ കൂടി നോക്കി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ തൻ്റെ വിഷമങ്ങളെല്ലാം അവിടെ അടുത്തുള്ള ഭക്തജനങ്ങളോട് പറഞ്ഞ് വിഷമിക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ കോവിലിൽ നിന്നും കോവിലിൻ്റെ അകത്തുനിന്ന് എന്തോ ശബ്ദങ്ങളോ എന്തോ ഒരു ഇതൊക്കെ കാണുമ്പോൾ പൂജാരിക്ക് തോന്നുന്നുണ്ട് ഇവൾ അതായത് വളരെയധികം ഭക്തയാണ്, ദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളാണെന്നൊക്കെ തോന്നിയിട്ട് അങ്ങനെ ആ പെൺകുട്ടിയെ ദേവബാലയെ പൂജാരി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ദേവബാലയാണെങ്കിലും വളരെയധികം വിഷമിച്ച് ദേവിയോട് പ്രാർത്ഥിച്ചിരിക്കുന്നത് കാണിച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്.